നമസ്കാരം. പൈലറ്റ് ഓൺ വീൽസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒരു യുഗമാണിപ്പോൾ. കാറുകളാണെങ്കിലും ബൈക്കുകളാണെങ്കിലും നമ്മൾ ഒത്തിരി കാണുന്നുണ്ട്. എന്നാൽ കൂടുതൽ നമ്മൾ സംസാരിക്കുന്നത് മുഴുവൻ ഫോർ വീലേഴ്സിൻ്റെ കാര്യമാണ്. ഇലക്ട്രിക് ഫോർ വീലർ അല്ലെങ്കിൽ ഇലക്ട്രിക് കാർസിൻ്റെ കാര്യമാണ് കൂടുതലും മാർക്കറ്റ് മുഴുവൻ സംസാരിക്കുന്നത്. നമ്മളാണെങ്കിലും ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റ് തന്നെയാണ് സ്കൂട്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ ടു വീലേഴ്സിൻ്റെ. ആ സെഗ്മെൻറ്റിലേക്ക് ആണ് ഇപ്പോൾ കൂടുതൽ കമ്പനികൾ അല്ലെങ്കിൽ ഇലക്ട്രിക് സ്കൂട്ടേഴ്സിന് വേണ്ടി മാത്രം പല കമ്പനികളും ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലുണ്ട്. അതിലൊരു വലിയ ഇമ്പോർട്ടൻറ്റ് കമ്പനിയാണ് അല്ലെങ്കിൽ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു കമ്പനിയാണ് ആംപിയർ എന്ന് പറയുന്നത്. ആംപിയറിൻ്റെ ടു വീലർ ഒരു സെഗ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ വളരെ വലുതാണ്. 2008 മുതൽ ആംപിയർ ഇന്ത്യൻ മാർക്കറ്റിലുണ്ട്. അവരുടെ ഏറ്റവും പുതിയ മാഗ്നസ് പ്രോ ആണ് ഇന്ന് പൈലറ്റ് ഓൺ വീൽസിൽ നിങ്ങൾക്ക് വേണ്ടി. ആംപിയറിൻ്റെ മാഗ്നസ് പ്രോയുടെ വീഡിയോയിലേക്ക് കയറുന്നതിന് മുമ്പ് എല്ലാ തവണയും അവസാനം പറയുന്ന കാര്യമാണ് ഇപ്പോൾ ആദ്യം പറയുകയാണ്. കാരണം നിങ്ങൾ ആരും മിസ് ഔട്ട് ചെയ്യരുത്. പൈലറ്റ് ഓൺ വീൽസ് എന്ന ചാനൽ, നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഡോണ്ട് ഫർഗെറ്റ് ഇറ്റ്. അതുപോലെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് pylot__wheels എന്ന ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ പേഴ്സണൽ ഇൻസ്റ്റാഗ്രാം പേജ് roshan.m.joseph എന്നാണ്, അതും ഫോളോ ചെയ്യുക. ഓക്കെ, നൗ നമുക്ക് ആംപിയറിൻ്റെ മാഗ്നസ് പ്രോയിലേക്ക് കയറാം. ആദ്യമേ ഈ ആംപിയർ എന്ന് പറഞ്ഞ കമ്പനി എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ആംപിയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇലക്ട്രിക് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധമുള്ള ഒരു പേരാണ്. ആംപിയർ എന്ന് കേട്ടാൽ തന്നെ നമുക്കറിയാം. ഈ കമ്പനി 2008 ഇന്ത്യയിൽ വന്നത്. 2008 ഈ കമ്പനി ഇന്ത്യയിൽ ആദ്യമായി ലോഞ്ച് ചെയ്യുന്നത്. അന്ന് തന്നെ 3 ഇലക്ട്രിക് ബൈക്കുകൾ അല്ലെങ്കിൽ 3 ഇലക്ട്രിക് ടു വീലർ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നിട്ടാണ് ഇവർ കമ്പനി ലോഞ്ച് ചെയ്തത് തന്നെ 2008. എന്നാൽ അന്നൊന്നും ഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ ആളുകൾ അത്ര ഒരു ഭയങ്കര എക്സൈറ്റഡോ അല്ലെങ്കിൽ അവർ ചിന്തിച്ചിരുന്നൊരു കാലമല്ല. 2008 വരും എന്നറിയാം, കുറച്ചും കൂടെ നമുക്ക് അവൈലബിൾ ആകും എന്നൊക്കെ അറിയാമെങ്കിൽ പോലും അത്ര ഒരു ഇമ്പോർട്ടൻ്റ് അല്ലായിരുന്നു. എന്നാൽ 2009 അംഗവൈകല്യമുള്ള ആളുകൾക്ക് ഗവൺമെൻറ് തന്നെ ആംപിയറിൻ്റെ അന്നുണ്ടായിരുന്ന സ്കൂട്ടർ നൽകിയിരുന്നു. അതുപോലെ അത് കഴിഞ്ഞിട്ട് അവരുടെ പല R&D ഡിപ്പാർട്ട്മെൻറ്റ്സും വന്നു. അതുപോലെ 2010 2011 എനിക്ക് ഉറപ്പില്ല. എന്നാൽ പോലും ആ സമയത്ത് ഈ സൈക്കിളും അവരുടെ ഒരു 3 മോഡൽ ഈ സൈക്കിൾ ഒരു സമയത്ത് തന്നെ ലോഞ്ച് ചെയ്യാനും ഈ ഒരു ആംപിയർ എന്ന് പറയുന്ന കമ്പനിക്ക് സാധിച്ചു. സോ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് കാലമായിട്ട് ഓൾമോസ്റ്റ് ഒരു 12 years ആയിട്ട് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലുണ്ട് ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഇലക്ട്രിക് ടു വീലേഴ്സിൻ്റെ ഒരു ഹോൾ മാർക്കറ്റ്. അവർ R&D ഡിപ്പാർട്ട്മെൻറ്റ്സ് അത് പല ട്രയൽസ് നടത്തി, റൺസ് നടത്തി, എല്ലാം തന്നെ ഈ ഒരു ആംപിയർ എന്ന് പറയുന്ന കമ്പനി ഇന്ത്യയിൽ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഒരു ഫുൾ ഒരു പ്രസൻസ് വളരെ വലുതായിട്ട് തന്നെ ഇപ്പോൾ ഉണ്ട്. 2019 2020 നോക്കുകയാണെങ്കിൽ ദേ ആർ വെരി സ്ട്രോങ്. 2020 പുതിയ മാഗ്നസ് പ്രോ എന്ന് പറയുന്ന ഈ ഇലക്ട്രിക് സ്കൂട്ടർ ഇന്ത്യയിൽ എത്തിക്കുന്നത്. ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അതിൻ്റെ ഡിസൈൻ്റെ ഒരു കോൺസെപ്റ്റ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. കുറച്ച് സാധാരണ നമ്മൾക്ക് മാർക്കറ്റിൽ കാണുന്ന അല്ലെങ്കിൽ IC എഞ്ചിൻ വെച്ച സ്കൂട്ടറുകളിൽ നിന്നും ഡിസൈനിൽ വ്യത്യാസപ്പെടുത്തിയാണ് ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് വരുന്നതെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ആംപിയർ മാഗ്നസ് പ്രോയിനെ കൊണ്ടുവരുന്നത് ആ ഒരു സെയിം ഡിസൈനിൽ തന്നെ, ആ ഒരു സ്റ്റൈലിങ്ങിൽ തന്നെയാണ്. നമ്മൾ മാർക്കറ്റിൽ ഇപ്പോൾ IC എഞ്ചിൻ വെച്ച സ്കൂട്ടറുകളുള്ള ആ ഒരു ഡിസൈനിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഇലക്ട്രിക് സ്കൂട്ടറിനെ കൊണ്ടുവന്നത്. സോ ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ വീൽസ് തന്നെയാണ്. രണ്ട് ഫ്രണ്ടിലും ബാക്കിലും ഇതിന് വരുന്നത് ഒരു ട്യൂബ്ലെസ് ടയേഴ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഒരു ടെലിസ്കോപ്പിക് ഫോക്സ് ആണ് വരുന്നത്. അതുപോലെ ബാക്കിലാണെങ്കിലും കോയിൽ സ്പ്രിംഗ് ആണ് വരുന്നത്. അതുപോലെ അതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഡ്രം ബ്രേക്സ് ആണ് വരുന്നത്. ഫ്രണ്ടിൽ 130 മില്ലിമീറ്ററിൻ്റെ ഡ്രം ബ്രേക്കും ബാക്കിലും 130 മില്ലിമീറ്ററിൻ്റെ ഡ്രം ബ്രേക്സും ആണ് വരുന്നത്. അതുപോലെ ഫ്രണ്ടിലെ ഒരു ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണെന്ന് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് അറിയാൻ സാധിക്കില്ല. കാരണം ഇലക്ട്രിക് സ്കൂട്ടർ നമ്മളിപ്പോൾ കാണുന്ന ആ ഒരു ഇലക്ട്രിക് കുറച്ച് ചെറുതായിട്ട് ഡിസൈനിലാണെങ്കിലും കുറച്ച് വ്യത്യാസമൊക്കെ വരുന്നു. പക്ഷേ ഇത് ഫ്രണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ മാർക്കറ്റിലുള്ള പല ബൈക്കുകളുടെയും ആ ഒരു സെയിം സ്റ്റൈലിങ്ങിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിൽ 2 സൈഡിലും DRLs വന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഒരു ക്രോം ഫിനിഷും നൽകിയിട്ടുണ്ട്. സോ ഫ്രണ്ട് കംപ്ലീറ്റ് ഈ ഒരു V ഷേപ്പിൽ ആ ഒരു ഡിസൈനിൽ എടുത്ത് നിൽക്കുന്ന ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് ആണെങ്കിലും ഈ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട്. ഒരു LED ഹെഡ്ലൈറ്റ്സ് ആണ് ഈ ഭാഗത്ത് വന്നിരിക്കുന്നത്. സോ അത്രയേ ഉള്ളൂ ഇതിൻ്റെ ഫ്രണ്ടിൽ, മറ്റൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട്, പക്ഷേ ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ കാണുന്ന ആ ഒരു ഡിസൈൻ ലാംഗ്വേജിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ മിറേഴ്സ് വന്നിട്ടുണ്ട്. അത് ഇതിൽ വരുന്ന ബ്രേക്കിംഗ് സിസ്റ്റം കോംബി ബ്രേക്കിംഗ് സിസ്റ്റമാണ്. ആ സിസ്റ്റം നമ്മളിപ്പോഴുള്ള വലിയ ടു വീലേഴ്സിൻ്റെ അല്ലെങ്കിൽ സ്കൂട്ടറിൻ്റെ പല മാനുഫാക്ചേഴ്സിൻ്റെ ലൈനപ്പിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് തന്നെയാണ് ആംപിയറിൽ മാഗ്നസ് പ്രോയിൽ നൽകിയിരിക്കുന്നത്. അതൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് വന്നിരിക്കുന്നത്. പിന്നെ ഉള്ളത് ഈ ഒരു സ്പേസിൽ നമുക്ക് മൊബൈലോ അല്ലെങ്കിൽ ചെറിയ ചെറിയ സാധനങ്ങളെല്ലാം നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ
കീ ആണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കീലെസ് സ്റ്റാർട്ടും എല്ലാം കീലെസ് സ്വിച്ച് ഓൺ ചെയ്യാനും സാധിക്കുന്ന ഒരു രീതിയാണ്. അതുപോലെ തന്നെ ലോക്കും അൺലോക്ക് ബട്ടൺ, അതുപോലെ സൈറൻ, അതിൻ്റെ അലാം എല്ലാം നമുക്ക് ഇതിനകത്ത് തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ വാഹനം എവിടെയാണ് എന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് പതുക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ സ്റ്റാർട്ടും ഇതിൻ്റെ മോട്ടർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതും ഇതിൽ തന്നെ നമുക്ക് ചെയ്യാം. അത് വെച്ച് നമുക്ക് ഇത് മൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ ലോക്ക് അൺലോക്ക് ബട്ടൺ അങ്ങനെ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇനി അല്ല എങ്കിൽ നമുക്ക് കീ ഇട്ട് സ്റ്റാർട്ട് ചെയ്യാനും സാധിക്കും. സോ ഈ ഒരു സ്പേസിൽ നല്ലൊരു ഫുഡ് ഏരിയ അവിടെ ഉണ്ട്. നമ്മൾ കാലൊക്കെ എടുത്ത് വെച്ച് നമുക്ക് എന്തെങ്കിലും ബാഗേജൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ സാധനങ്ങളെല്ലാം നമുക്ക് ഇവിടെ വെച്ച് കൊണ്ടുപോകാനുള്ള ഒരു സ്പേസും കൂടി ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ഇവിടെ ഒരു ഹുക്കും നൽകിയിട്ടുണ്ട്. ബാഗെല്ലാം നമുക്ക് തൂക്കിയിടാനുള്ള ഹുക്കും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സീറ്റ് ആണെങ്കിലും നല്ല വിഡ്ത്തുള്ള, നല്ല സ്പേഷ്യസ് ആയിട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പേസുമാണ്, ഒരു സീറ്റുമാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വരുന്നത് ഒരു കംപ്ലീറ്റ്ലി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് വരുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ മീറ്റർ കൺസോളാണ് വരുന്നത്. അതിനകത്ത് നമ്മളുടെ ഈ വാഹനത്തിൻ്റെ എത്ര ചാർജ് ഇനിയും ബാക്കിയുണ്ട്, അതിനകത്ത് ലോ ആണോ ഹൈ ആണോ എന്നുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. അതുപോലെ സ്പീഡോമീറ്റർ, എത്ര ഓഡോമീറ്റർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഇൻഫർമേഷൻസ് എല്ലാം, അതുപോലെ ട്രിപ്പും എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ മീറ്റർ കൺസോളിൽ നമുക്ക് മാഗ്നസ് പ്രോയുടെ മീറ്റർ കൺസോളിൽ നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ ഇതൊരു സിഗ്നലിൻ്റെ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് അതിൻ്റെ സ്റ്റാർട്ട് ബട്ടണാണ്. സ്റ്റാർട്ട് ബട്ടൺ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ഹൈ ലോ എന്ന് പറയുന്ന ഒരു ബട്ടൺ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അത് നമ്മളുടെ പവറിൻ്റെ വ്യത്യാസം നമുക്ക് ഈ ഹൈ ലോയിൽ ഇടുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ അതൊക്കെയാണ് ഇതിനകത്ത് ഈ ഒരു ഭാഗത്തും സീറ്റിൻ്റെ കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത്. ഇനി സീറ്റ് ഓപ്പൺ ചെയ്യുന്നത് നമ്മൾ ഈ കീ ഒന്ന് പതുക്കെ ചെറുതായിട്ടൊന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നല്ല രീതിയിലുള്ള സ്പേസ് ഉണ്ട്. ഹെൽമെറ്റൊക്കെ കറക്റ്റായിട്ട് ഫിറ്റ് ആവുന്ന രീതിയിലുള്ള സ്പേസ് ഇതിനകത്തുണ്ട്. ഇതിൻ്റെ ചാർജിങ് കേബിളാണ്. ഇത് നമുക്ക് നമ്മളുടെ വീട്ടിലെ 3-pin പ്ലഗിലേക്ക് നമുക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊരു ലിഥിയം അയൺ ബാറ്ററി ചാർജറാണ്. ആംപിയറിൻ്റെ തന്നെ മാഗ്നസ് എന്ന് പറയുന്ന മോഡലുണ്ട്. അതിനകത്ത് വരുന്ന ബാറ്ററി ലെഡ് ആസിഡ് ആണ്. എന്നാൽ മാഗ്നസ് പ്രോ എന്ന് പറയുന്ന ഇപ്പോൾ നമ്മൾ ഈ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഈ വാഹനത്തിൽ വരുന്നത് ഒരു ലിഥിയം അയോൺ ബാറ്ററിയാണ്. ഒരു 60 വോൾട്സിൻ്റെ 30 ആംപിയർ ലിഥിയം അയോൺ ബാറ്ററിയാണ് ഇപ്പോൾ ഈ വാഹനത്തിൽ വരുന്നത്. അതുപോലെ തന്നെ ചാർജ് ചെയ്യാനായിട്ട് ഏകദേശം ഒരു 8 മണിക്കൂർ 6 to 8 hours ആണ് ഫുൾ ചാർജ് ചെയ്യാൻ എടുക്കുന്നത്. നമുക്ക് വീട്ടിലൊക്കെ ചെന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ തന്നെ പ്ലഗിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 6 അല്ലെങ്കിൽ 8 മണിക്കൂറിനുള്ളിൽ ഫുൾ ചാർജായിട്ട് നമുക്ക് കിട്ടും. സോ ആ ഒരു ചാർജിങ് പോയിൻ്റ് അല്ലെങ്കിൽ ചാർജിങ്ങിൻ്റെ ആ ഒരു ചാർജർ നമുക്ക് സീറ്റിൻ്റെ അടിയിൽ വയ്ക്കാം. അതുപോലെ ഇവിടെ ഒരു ലൈറ്റും നൽകിയിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ രാത്രിയൊക്കെ ആണെങ്കിലും എന്തെങ്കിലും സാധനമൊക്കെ എടുക്കാനായിട്ടെല്ലാം നമുക്ക് കംഫർട്ടബിളായിട്ട് അത് ചെയ്യാൻ പറ്റും. റിയറിലേക്ക് വരുമ്പോൾ കംപ്ലീറ്റ് ഒരു LED സെറ്റപ്പിലാണ് ടെയിൽ ലാമ്പ് വരുന്നത്. 2 സൈഡിലായിട്ട് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഒരു സ്പേസും നൽകിയിട്ടുണ്ട്. കംപ്ലീറ്റ്ലി ഒരു ഫുൾ കവേർഡ് ആയിട്ടുള്ള ഒരു ലൈറ്റ് ഏരിയ ആണ് വന്നിരിക്കുന്നത്. ഫ്രണ്ടിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു V ഷേപ്പ് വന്നിരിക്കുന്നത്. ഇതൊരു സർക്കിളാണ്, അല്ലെങ്കിൽ ഫുൾ കവർ ചെയ്തിട്ട് വരുന്ന ഒരു ഗ്ലാസ് ഏരിയ ആണ് അതിനകത്ത് വന്നിരിക്കുന്നത്. വേറെ ഒന്നും പ്രത്യേകിച്ച് ഒരു ഡിസൈൻ്റെ കാര്യത്തിലില്ല. ഞാൻ ഏറ്റവും എടുത്തു പറയേണ്ടത് ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവില്ല. ഒരു നോർമൽ നമ്മൾ കാണുന്ന ഒരു സ്കൂട്ടറിൻ്റെ ഡിസൈൻ, അതാണ് അതിൻ്റെ ഒരു പ്ലസ് പോയിൻറ്റ്. നമുക്കൊരു ചില സമയത്തൊക്കെ നമ്മൾ വിചാരിക്കുമ്പോൾ ഇലക്ട്രിക് സ്കൂട്ടറാണ്, ചെറുതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അങ്ങനെയൊന്നുമില്ല. ഒരു റെഗുലർ സ്കൂട്ടറിൻ്റെ ഒരു ലുക്കിൽ തന്നെയാണ്, ആ ഡിസൈനിൽ തന്നെയാണ് പുതിയ മാഗ്നസ് പ്രോ ആംപിയർ എത്തിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻഷുറൻസ് നമുക്ക് വേണം, രജിസ്ട്രേഷനും വേണം, ഹെൽമെറ്റ് ഉപയോഗിക്കണം. ചിലപ്പോൾ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിലെല്ലാം നമുക്ക് ഹെൽമെറ്റ് വേണ്ട അല്ലെങ്കിൽ രജിസ്ട്രേഷൻ വേണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് അങ്ങനെയല്ല, ഒരു രജിസ്ട്രേഷൻ ആവശ്യമുണ്ട്. ഒരു ടിപ്പിക്കൽ സ്കൂട്ടർ എങ്ങനെ ഉപയോഗിക്കുന്നു ആ രീതിയിൽ തന്നെ നമുക്ക് രജിസ്ട്രേഷൻ പ്രൊസീജിയേഴ്സും എല്ലാം ഇതിനകത്ത് നമുക്ക് ഉണ്ടാകേണ്ടതാണ്. നേരത്തെ ഓടിച്ച പല ഇലക്ട്രിക് സ്കൂട്ടറുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു റൈഡ് ഫീലാണ് പുതിയ മാഗ്നസ് പ്രോ നൽകുന്ന ആംപിയറിൻ്റെ. അതിൻ്റെ ഒരു ഫീല് കംപ്ലീറ്റ്ലി ഒരു നോർമൽ സ്കൂട്ടർ ഓടിക്കുന്ന രീതിയിൽ തന്നെയാണ്. കാരണം നല്ല വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ റൈഡാണെങ്കിലും ഭയങ്കര കംഫർട്ടബിൾ റൈഡാണ്. കാരണം ഫ്രണ്ടിലെയും ബാക്കിലെയും സസ്പെൻഷൻ ഞാൻ പറഞ്ഞ പോലെ ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക്കാണ്, ബാക്കിൽ കോയിൽ സ്പ്രിംഗ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ സസ്പെൻഷൻ്റെ ഒരു റെസ്പോൺസും ആ ഒരു നല്ല രീതിയിലൊരു സസ്പെൻഷൻ ഉള്ളതുകൊണ്ട് ഭയങ്കര ഒരു കോൺഫിഡൻസ് ഉള്ളൊരു റൈഡാണ് മാഗ്നസ് പ്രോ തരുന്നത്. അതുപോലെ തന്നെ ബ്രേക്കിംഗ് ആണെങ്കിലും വളരെ നല്ല ബ്രേക്കിംഗ് ആണ്. അതുപോലെ മോട്ടർ വരുന്ന ഒരു 1.2 kWh ഒരു മോട്ടറാണ്. സോ ആ മോട്ടറിൽ നിന്ന് വരുന്ന ഒരു റെസ്പോൺസ്, അതിൻ്റെ ആ ഒരു പവറിലേക്ക് വരുമ്പോൾ ഒരു റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ വളരെ നല്ലതാണ്. അതുപോലെ ഒറ്റ കാര്യമേ ഉള്ളൂ, അതിൻ്റെ ഒരു 2 സെക്കൻഡ് 1 to 2 seconds എടുക്കും ആ ഒരു റെസ്പോൺസ്. ത്രോട്ടിൽ റെസ്പോൺസ് നമുക്ക് കിട്ടാനായിട്ടൊരു 2 seconds ഒരു ഡിലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുണ്ട്. പക്ഷേ അത് കഴിഞ്ഞാൽ വളരെ ലീനിയറായിട്ട് നമ്മുടെ ഇലക്ട്രിക് കാറുകളിലും സ്കൂട്ടറുകളിലും എല്ലാം ഉള്ളതുപോലെ തന്നെ ആ ഒരു ഇനീഷ്യൽ ആയിട്ടുള്ള ആ മൂവ്മെൻറ്റ് നമുക്ക് ഫുൾ രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. 0 to 40 എത്താനെടുക്കുന്നത് 10 seconds ആണ്. സോ 10 സെക്കൻഡിൽ നമുക്ക് 0 to 40 എത്താനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്.
ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ സസ്പെൻഷൻ ഭയങ്കര നല്ലൊരു സസ്പെൻഷനാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ റൈഡിനെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഹാൻഡ്ലിംഗ് ആണെങ്കിലും നല്ല രീതിയിലൊരു ഹാൻഡ്ലിംഗ് കിട്ടുന്നുണ്ട്. നമ്മൾ ടേൺസ് ഒക്കെ വളമൊക്കെ എടുക്കുന്ന സമയത്താണെങ്കിലും ഒരു ലൈറ്റ് ഫീലിംഗ് നമുക്ക് ഒട്ടും തന്നെ ഇതിനകത്ത് നിന്ന് കിട്ടുന്നില്ല. സാധാരണഗതിയിൽ ഇലക്ട്രിക് സ്കൂട്ടർ ഓടിക്കുമ്പോൾ നമുക്കൊരു ലൈറ്റ് ഫീലിംഗ് വരുന്നതാണ്, അത് നമുക്ക് കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈ ലോ എന്ന് പറയുന്ന രണ്ട് പവർ സ്വിച്ച് പവർ ഗ്രേഡിയൻസിൽ നമുക്ക് ഇടാൻ പറ്റും. അതിൻ്റെ ലോ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് പവർ നമുക്ക് കുറഞ്ഞു തോന്നും, എന്നാൽ കുറച്ചുകൂടി കൂടുതൽ റേഞ്ച് നമുക്ക് ലഭിക്കും. ഒരു 60 to 80 ആണ് ഇതിൻ്റെ ഒരു റേഞ്ച് നമുക്ക് കിട്ടുന്നത്. ഹൈയിലിട്ട് കഴിഞ്ഞാൽ ഒരു 50 to 60, അതുപോലെ അല്ല ലോയിലാണ് എങ്കിൽ നമുക്കൊരു 70 to 80 നമുക്ക് ഇതിൻ്റെ റേഞ്ച് കിട്ടേണ്ടതാണ്. സോ ഇതിൻ്റെ ഒരു ഹോൾ ഫീല് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഓടിക്കുന്ന ഒരു ഫീലിലല്ല മൊത്തമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വരുന്നത്. ഒരു രസമുണ്ട് ഇത് ഓടിക്കാനായിട്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ അതിൻ്റെ റേഞ്ചും തെറ്റില്ലാത്തൊരു റേഞ്ചും കിട്ടുന്നുണ്ട്. സോ ഒരു ഷോർട്ട് കമ്മ്യൂട്ടിങ്ങിന് പെർഫെക്റ്റ് ആണ്. അതുപോലെ ചാർജിങ് ആണെങ്കിലും ഭയങ്കര എളുപ്പമാണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ബാറ്ററി ഊരി വേണമെങ്കിൽ, ഇപ്പോൾ നമ്മളുടെ തൊട്ടടുത്തൊരു പ്ലഗ് ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ ഒരു 3-pin പ്ലഗ് ഇല്ല എങ്കിൽ, നമ്മുടെ നോർമൽ വീട്ടിലെ പ്ലഗ് ഇല്ല എങ്കിൽ നമുക്ക് ഈ ബാറ്ററി ഊരി എടുത്ത് നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇനിയിപ്പോൾ തൊട്ടടുത്ത് പിന്നുണ്ടെങ്കിൽ നമുക്ക് വീടിൻ്റെ ആ ഒരു സൈഡിൽ കൊണ്ട് വെച്ചിട്ട് നമുക്ക് പിന്നിൽ കണക്ട് ചെയ്താൽ 6 to 8 hours നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. മാഗ്നസ് പ്രോയുടെ വില വരുന്നത് ഏകദേശം ഒരു 85,000 രൂപയാണ് ഈ വാഹനത്തിൻ്റെ വില വരുന്നത്. സോ ഒരു ഇലക്ട്രിക് ഒരു സ്കൂട്ടർ എന്ന രീതിയിൽ ഈ പ്രൈസ് റേഞ്ചും ഒട്ടും തെറ്റില്ലാത്തൊരു പ്രൈസ് റേഞ്ചാണ്. ആംപിയർ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ സ്റ്റോഴ്സ് ഏകദേശം ഓൾ ഇന്ത്യ നോക്കിക്കഴിഞ്ഞാൽ 250 സ്റ്റോഴ്സോളം ഇപ്പോൾ ഇന്ത്യയിലുണ്ട്. ബാംഗ്ലൂർ, ബോംബെ, അതുപോലെ കേരളത്തിലാണെങ്കിലും പല സ്ഥലത്തുണ്ട്. കമ്പനി സ്റ്റോർ ഇപ്പോൾ കോതമംഗലത്ത് കമ്പനി സ്റ്റോറുമുണ്ട്. അതുപോലെ മറ്റ് സ്ഥലങ്ങളിലും ആംപിയറിൻ്റെ സ്റ്റോഴ്സ് ഉണ്ട്. എന്താണെങ്കിലും നമുക്ക് ഇപ്പോൾ കോവിഡിൻ്റെ സമയമൊക്കെ ആയതുകൊണ്ട് നമുക്ക് സ്റ്റോറിൽ പോകാൻ ബുദ്ധിമുട്ടുണ്ട്. അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ ഏതൊക്കെ ബൈക്സ് അല്ലെങ്കിൽ ഏതൊക്കെ സ്കൂട്ടേഴ്സ് ഉണ്ട്, ആ സ്കൂട്ടറിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അറിയണമെങ്കിൽ ഇതുപോലൊരു വെർച്വൽ റിയാലിറ്റി നമുക്ക് കാണാൻ പറ്റും. സ്റ്റോഴ്സിൻ്റെ എല്ലാ വിവരങ്ങളും അല്ലെങ്കിൽ ഇപ്പോഴുള്ള മോഡൽസിൻ്റെ എല്ലാ വിവരങ്ങളും നമുക്ക് കാണാൻ പറ്റും. അതിൽ ഫോൺ എടുത്ത് നമ്മൾ ഇതിൻ്റെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തൂടെ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. സോ നമുക്കൊരു ഷോറൂമിൽ പോയി അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്താണെന്ന് നോക്കേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് ഈ VR-ലൂടെ നമുക്ക് കാണാൻ പറ്റും. ആംപിയർ മാഗ്നസ് പ്രോയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും നമ്മൾ മാറ്റേണ്ടതായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറ്റങ്ങളോ കുറവുകളോ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ കമൻറ്റ്സ് ത്രൂ അറിയിക്കണം. അതുപോലെ തന്നെ ഒന്നുകൂടി പറയുന്നു, പലറ്റ് ഓൺ വീൽസ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. ഹാവ് എ വെരി നൈസ് ഡേ.